ഇന്ന് ഓഫീസിൽ പോണ വഴിയാണ് പെട്ടെന്ന് ടയർ പ്രഷർ മോണിറ്റർ വാർണിംഗ് അടിച്ചത്. ഈ കാർ മേടിച്ചതിന് ശേഷം ഇത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആദ്യത്തെ തവണ പെട്ടെന്ന് PSI കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചറാണെന്ന് ഉറപ്പായിരുന്നു. ഇത്തവണ അധികം താഴോട്ട് പോയില്ല, 29 തന്നെ നിൽക്കുമായിരുന്നു. രാവിലത്തെ പ്രഭാത ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പമ്പിൽ പോയി ടയറിലെ എയർ ഒന്ന് അടിച്ചു കൊടുത്തു. എന്നിട്ട് നേരെ ഓഫീസിലേക്ക് വെച്ച് പിടിച്ചു. ലേറ്റ് ആവരുതല്ലോ. പക്ഷേ വാർണിംഗ് സിമ്പിൾ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓഫീസിൽ ഇരിക്കുന്ന സമയം മൊത്തം ഡൗട്ടായി. ഇനി ടയർ പഞ്ചർ തന്നെയാണോ, ഇനി പോകുന്ന വഴി മാറ്റിയിടേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഡൗട്ടായി. എന്തായാലും വരണടുത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ചു. ഞാൻ അടിച്ചത് 33 PSI ആണ്. കമ്പനി റെക്കമെൻഡഡ് 35 ആണ്. അതുകൊണ്ട് തന്നെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് 35-ൽ കൂടുതൽ അടിച്ചാൽ മാത്രമേ ഈ TPS മോണിറ്റർ ഓഫ് ആകുകയുള്ളൂ, അല്ലാതെ ഓടിക്കുന്നതിലല്ല കാര്യം. അങ്ങനെ നേരെ വീട്ടിലെത്തി നല്ല ചോറും ചിക്കനും ചക്കക്കുരുവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഒരു നല്ല അടിപൊളി ഊണും കഴിച്ച് പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോയതാണ്. അപ്പോഴാണ് നമ്മളെ തൊട്ടടുത്തുള്ള റംബുട്ടാൻ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അധികം ചുമന്ന് കിട്ടിയിട്ടില്ല, ഇപ്പോഴും കുറേയൊക്കെ പച്ചയാണ്. എന്നാലും ചുവന്നതൊക്കെ നോക്കി ഞാൻ പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈഫിന് ഒരുപാട് ഇഷ്ടമാണ് റംബുട്ടാൻ. ഇതൊക്കെ കാശ് കൊടുത്ത് മേടിക്കുമ്പോഴേ ഇതിന് വില അറിയുള്ളൂ. ഞാൻ വീട്ടിലുള്ളപ്പോൾ നമുക്ക് വിലയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം മേടിക്കാൻ ചെന്നപ്പോഴാണ് 200 രൂപയാണ് 1 കിലോത്തിന്. വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി ചുമന്ന് കഴിയുമ്പോൾ ഒരു കള്ളൻ വീട്ടിൽ വരും. ആ കള്ളൻ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. നമുക്ക് ഒരെണ്ണം പോലും കിട്ടില്ല. അത് മറ്റാരുമല്ല, അണ്ണാൻകുഞ്ഞുങ്ങളാണ്. വലയിട്ട് സംരക്ഷിക്കണം എന്ന് പലപ്പോഴും വിചാരിക്കും. പക്ഷേ ഇതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ആവട്ടെ എന്ന് എല്ലാ കൊല്ലവും വിചാരിക്കും. കൂടുതൽ പങ്കും അണ്ണന്മാർ കൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ള എന്തേലൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളൂ. വലയിടാൻ ഇച്ചിരി മെനക്കേടാണ്, ഒരാളെ കൊണ്ടൊന്നും നടക്കില്ല. നിങ്ങളുടെ കയ്യിൽ എന്തേലും അണ്ണാൻ കൊണ്ടുപോകാതിരിക്കാൻ എന്തേലും വലയല്ലാതെ എന്തേലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് മാത്രമല്ല, നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും.